فليقاتل في سبيل الله الذين يشرون الحياة الدنيا بالآخرة ومن يقاتل في سبيل الله فيقتل أو يغلب فسوف نؤتيه أجرا عظيما فليقاتل ആകയാൽ പോരാടിക്കൊള്ളട്ടെ ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊള്ളട്ടെ അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ പരലോകത്തിന് പകരമായി ഭൗതിക ജീവിതത്തെ വിൽപ്പന നടത്തിയതായ ആളുകൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊള്ളട്ടെ ومن يقاتل في سبيل الله ആരെങ്കിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയാൽ ഫയുഖ്തൽ എന്നിട്ട് അവൻ കൊല്ലപ്പെട്ടാൽ ഔ യഗ്ലിബ് അല്ലെങ്കിൽ വിജയം വരിച്ചാൽ ഫസൗഫ നുഅ്തി നാം അവന് നൽകുന്നതാണ് അജ്റൻ അളീമ വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ പടച്ചവൻ്റെ പാതയിൽ പോരാടുന്നതിൻ്റെ മഹത്വവും അതിനോടുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ചില മര്യാദകളും വിവരിക്കുന്നു. ഫൽയുഖാതിൽ ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊള്ളട്ടെ. അതായത് പോരാട്ടം ഇസ്ലാമികമാകണമെങ്കിൽ പടച്ചവൻ്റെ മാർഗത്തിലുള്ളതായിരിക്കണം. അതായത് പടച്ചവൻ്റെ വചനം ഉയരണം, പടച്ചവൻ്റെ വചനത്തെ സഹായിക്കണം, നീതിയും അതുപോലെ തന്നെ സംസ്കാരവും ഉയരണം, വളരണം എന്നുള്ളതാണ്. എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാപരമായ കുടുംബപരമായ താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും പേരും പെരുമയും ഇത്തരം ഒരു അവസ്ഥാവിശേഷങ്ങളും ചിന്തകളും അവൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഫൽയുഖാതിൽ ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊള്ളട്ടെ. الذين يشرون الحياة الدنيا بالآخرة അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാനുള്ള മാർഗം എന്താണ്? പടച്ചവൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം ഇരുതല മൂർച്ചയുള്ളതാണ്. ചിലപ്പോൾ അള്ളാഹു കാക്കുമാറാകട്ടെ നീയത്ത് മോശമായി, അതുപോലെ മാർഗം മോശമായാൽ തിരിച്ചടിക്കും. മറുഭാഗത്ത് നീയത്ത് നന്നായാൽ, മാർഗം ശരിയായാൽ അത് വലിയ വിജയമാണ്. അത് ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് പോരാട്ടം പടച്ചവൻ്റെ മാർഗത്തിലാകാനുള്ള അതിനുള്ള മാർഗം എന്താണ്? അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ ഭൗതിക ജീവിതത്തെ പരലോകത്തിന് പകരം ഭൗതിക ജീവിതത്തെ നൽകലാണ്, വിൽപ്പന നടത്തലാണ്. അതെ, നശ്വരമായ ക്ഷണികമായ ഭൗതിക ജീവിതം, ഇതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും സമ്പത്തും ശരീരവും എല്ലാം പരലോക വിജയത്തിന് വേണ്ടി അർപ്പിക്കലാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു തആല സത്യവിശ്വാസികളുടെ ശരീരവും സമ്പത്തും സ്വർഗത്തിന് പകരം വാങ്ങിയിരിക്കുന്നു. ഏറ്റവും ഉയർന്ന ലാഭകരമായ കച്ചവടം.
അള്ളാഹു അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. ദീനിന്റെ മാർഗത്തിൽ പോരാടുന്ന വ്യക്തികൾക്ക്, ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഭൗതികമായി യാതൊരു താല്പര്യവും ഉണ്ടാകുന്നതല്ല. الذين يشرون الحياة الدنيا بالآخرة. ജിഹാദ് നടത്തിയ മഹാത്മാക്കളിലേക്ക് നോക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സഹാബാക്കളിലേക്ക് നോക്കണം. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അറേബ്യ വിട്ടുകടന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ച് ഉജ്ജ്വലമായ വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനെ നേതൃത്വ സ്ഥാനത്ത് നിന്നും മാറ്റി അബൂ ഉബൈദ റളിയല്ലാഹുവിനെ നേതാവാക്കുന്നു. അതും ഭയങ്കര കടുത്ത സമീപനവുമാണ്. നമസ്കാരത്തിന് ശേഷം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ തലപ്പാവെടുത്ത് അബൂ ഉബൈദ റളിയല്ലാഹുവിനെ തലയിലേക്ക് വെക്കുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു പഞ്ചപുച്ഛമടക്കി അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിന്നിൽ പോരാട്ടം തുടരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയുന്ന വാക്ക്, ചരിത്രപരമായ വാക്ക്, ഞാൻ ഉമറിന് വേണ്ടിയാണ് പോരാടിയിരുന്നതെങ്കിൽ, അതായത് പേരിനും പെരുമയ്ക്കും വേണ്ടിയാണ് പോരാടിയിരുന്നതെങ്കിൽ ഞാൻ ഈ സമയത്ത് ബഹളമുണ്ടാക്കുമായിരുന്നു. ഞാൻ എൻ്റെ പടച്ചവന് വേണ്ടിയാണ് പോരാടുന്നത്, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, പരലോക വിജയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. الذين يشرون الحياة الدنيا بالآخرة. ഇങ്ങനെ പോരാടിയാൽ എന്ത് കിട്ടും? ومن يقاتل في سبيل الله فيقتل أو يغلب فسوف نؤتيه أجرا عظيما. ആരെങ്കിലും പടച്ചവന്റെ മാർഗത്തിൽ പോരാടിയാൽ അത് നിർബന്ധമാണ്. എന്നിട്ട് വിജയം കിട്ടിയാലും ശരി, അല്ലെങ്കിൽ പരാജയമുണ്ടായാലും ശരി, فسوف نؤتيه أجرا عظيما. അവന് വമ്പിച്ച പ്രതിഫലം നാം നൽകുന്നതാണ്. യാ റഹ്മാൻ. പോരാട്ടം വിജയത്തിന് വേണ്ടിയാണ്. ഏത് വിജയം? അവനവൻ്റെ വിജയം. ومن يقاتل في سبيل الله. വീണ്ടും പറയുന്നു, ആരെങ്കിലും പടച്ചവന്റെ മാർഗത്തിൽ പോരാടിയാൽ. സുബ്ഹാനല്ലാഹ്. എടുത്തു പറയുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി പേരിന് വേണ്ടി പോരാടുന്നു, മറ്റൊരു വ്യക്തി കുടുംബത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരാടുന്നു, മറ്റൊരു വ്യക്തി ജാതിയുടെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുടെയും വിഷയത്തിൽ പോരാടുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. പടച്ചവൻ്റെ വചനം ഉയരണമെന്ന ആഗ്രഹത്തിൽ ആര് പോരാടുമോ അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന വ്യക്തിയാണ്, അതിൻ്റെ കൂലി ലഭിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, തളമ്മനല്ലാഹു ലിമൻ ഖറജ ഫീ സബീലിഹി ലാ യുഖ്രിജുഹു ഇല്ലാ ജിഹാദുൻ ഫീ സബീലിഹി വ ഈമാനുൻ ബിഹി വതസ്ദീഖുൻ ബിറുസുലിഹി فهو علي ضامن أن ندخله الجنة أو أرجعه إلى مسكنه الذي خرج منه نائلا ما نال من أجر وغنيمة. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളുന്നു, അല്ലാഹു തആല അവൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്നവർക്ക് വലിയൊരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടലായിരിക്കണം. അതെന്താണത്? ലാ യുഖ്രിജുഹു ഇല്ലാ ജിഹാദുൻ ഫീ സബീലിഹി വ ഈമാനുൻ ബിഹി വ തസ്ദീഖുൻ ബിറുസുലി. എന്ന മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം അവൻ പുറപ്പെടുന്നത്.
എന്നിൽ വിശ്വാസത്തോടു കൂടിയായിരിക്കണം പുറപ്പെടേണ്ടത്. എൻ്റെ പ്രവാചകന്മാരെ ശരിവെച്ചുകൊണ്ടായിരിക്കണം അവൻ പുറപ്പെടേണ്ടത്. അങ്ങനെ പുറപ്പെട്ടാൽ ഒന്നെങ്കിൽ ഞാൻ അവനെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. യാ റഹ്മാൻ, നേരെ സ്വർഗം. മറ്റുള്ളവർക്കെല്ലാം വിചാരണ, ഇവർ നേരെ സ്വർഗത്തിലാണ്. ഔ ഉർജിഉ ഇലാ മസ്കനിഹി അല്ലദീ ഖറജ മിന്നു നായിലം മാ നാല മിൻ അജ്രിൻ വഗനീമ, അല്ലെങ്കിൽ വമ്പിച്ച കൂലിയോടുകൂടിയും അതുപോലെ ഗനീമത്തോടുകൂടിയും ഞാൻ അവനെ അവൻ്റെ വീട്ടിലേക്ക് മടക്കുന്നതാണ് എന്ന് അല്ലാഹു തആല അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ. ആകെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നശ്വരമായ ക്ഷണികമായ താൽക്കാലികമായ ഇഹലോകം വേണോ? രണ്ട്, അത് വേണം. പക്ഷേ അത് ഞാൻ എൻ്റെ പടച്ചവന് വേണ്ടി കൊടുക്കുന്നു, നാളെ ഉയർന്ന പരലോകത്തിന് വേണ്ടി കൊടുക്കുന്നു. നീയത്തിൻ്റെ വ്യത്യാസമാണ്. രണ്ടുപേരും ഈ ലോകത്ത് ജീവിക്കും. ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവിക്കുന്നു, വേറൊരു കൂട്ടം ആളുകൾ പരലോകത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവിക്കുന്നു. പരലോകത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾ പടച്ചവൻ്റെ മാർഗത്തിൽ പോരാടിക്കൊള്ളട്ടെ. അതെ, ദീനിൻ്റെ ത്യാഗ പരിശ്രമങ്ങൾ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ وَمَنْ يُقَاتِلْ فِي سَبِيلِ اللَّهِ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും പോരാടിയാൽ പടച്ചവൻ്റെ വചനം ഉയരണം, പടച്ചവൻ്റെ ധർമ്മം വളരണം, അള്ളാഹുവിൻ്റെ തൗഹീദ് വ്യാപകമാകണം, പടച്ചവൻ്റെ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കപ്പെടുന്ന, എല്ലാവരും മനസ്സിലാക്കാൻ കഴിയുന്ന, ആ പ്രബോധനം ശരിയായ നിലയിൽ നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങിക്കിട്ടണം. എല്ലാവരെയും ദീനിൽ കയറ്റാൻ വേണ്ടിയുള്ള പോരാട്ടം അതില്ല. പക്ഷേ മുഴുവൻ ആളുകൾക്കും സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഉള്ള ആഗ്രഹത്തോടുകൂടി പോരാടട്ടെ. അങ്ങനെ ആരെങ്കിലും പോരാടിയാൽ ഫയുഖ്തൽ, എന്നിട്ട് കൊല്ലപ്പെട്ടാൽ, ഔ യഗ്ലിബ്, അല്ലെങ്കിൽ അവന് വിജയം ലഭിച്ചാൽ, ഫസൗഫ നൂതി അജ്റൻ അളീമാ, അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ പരലോകത്തെ ലക്ഷ്യമിട്ട് ജീവിക്കുന്നതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.